ഈ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പരീക്ഷയൊക്കെ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. മക്കളുടെയും മാതാപിതാക്കളുടെയൊക്കെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഇവരുടെ മനോനില എന്താണെന്നുള്ളത്. കുട്ടികൾ പറയുന്നത് പഠിക്കുക പഠിക്കുന്നുള്ള ഒരൊറ്റ വാക്കല്ലാതെ വേറെ ഒന്നും വീട്ടിൽ പറയണില്ല. എത്ര പഠിച്ചാലും അവർക്ക് തൃപ്തി വന്നില്ല എന്നാണ് പറയുന്നത്. മാതാപിതാക്കൾ കുട്ടികളെ പറ്റി പറയുന്നത് എത്ര പറഞ്ഞാലും പഠിക്കണില്ല, എന്ത് പറഞ്ഞാലും കടിച്ച് കീറാൻ ഇങ്ങോട്ട് വരുവാണ്, ടി വി മൊബൈലും കാണാൻ ഒരു ക്ഷീണവും ഇല്ല, അല്ലാത്തപ്പോൾ ക്ഷീണവും ഉറക്കം വല്ലുവാന്ന്. നമ്മളൊന്ന് ചിന്തിക്കണം. ഇവരുടെ ഈ ജനുവരി തൊട്ടുള്ള എക്സാം വരെയുള്ള സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്ട്രെസ് ലെവൽ അങ്ങോട്ട് കൂടും, കോൺഫിഡൻസ് ലെവൽ കുറയും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇവർ ഇത്രയും പഠിച്ചിട്ട് എന്തിനാണ് ഇവരുടെ കോൺഫിഡൻസ് ലെവൽ കുറയണത്, സ്ട്രെസ് എന്തിനാണ് കൂട്ടണേന്ന്. നമുക്കൊരറിയാത്ത കാര്യത്തെപ്പറ്റി നമുക്ക് എന്തും പറയാൻ പറ്റും. പക്ഷെ നമ്മൾ കൂടുതലത് ഡെപ്തിൽ പോയി പഠിച്ച് വരുമ്പോൾ സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. എൻ്റെ അറിവ് പോരാ എന്നൊരു ചിന്ത വരും. പഠിച്ചതൊക്കെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുമോ, എനിക്ക് നന്നായി പരീക്ഷ എഴുതാൻ പറ്റുമോ, പ്രതീക്ഷിച്ച പോലെ എനിക്ക് മാർക്ക് കിട്ടുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കുട്ടികളെ കൂടുതൽ ഉത്കണ്ഠാകുലരാക്കുന്നു. ഉത്കണ്ഠ കൂടുന്തോറും സ്ട്രെസ് ലെവൽ കൂടുന്നു, കോൺഫിഡൻസ് ലെവൽ കുറയുന്നു.